നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ ഞങ്ങളും ആ ചൂടറിയാൻ, ആവേശമറിയാൻ, ആരവമറിയാൻ, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. വെറുതെ യാത്ര ചെയ്യുകയല്ല, തീ പാറുന്ന പോരാട്ടങ്ങളുടെ ചിത്രം, നേർചിത്രം എല്ലാവരിലും നേരിട്ടെത്തിക്കുന്ന ഒരു വിപുലമായ പരിപാടിയുമായാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങിയാണ്. ഓരോ ദിവസവും ഈ പറയുന്നത് പോലെയുള്ള പോരാട്ട ചൂടറിയുന്ന മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അവിടെയുള്ള സ്ഥാനാർത്ഥികളിലൂടെ, അവിടെ വോട്ടർമാരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നു. ഞാനും നൗഫലും ഉണ്ടാകും ഇനി ഓരോ ദിവസവും ഓരോ മണ്ഡലങ്ങളിലൂടെ. ഇന്ന് നമ്മൾ ബേപ്പൂരിലാണ്. ബേപ്പൂർ സുൽത്താന്റെ നാട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. കേരളത്തിലെ സുൽത്താൻ ആരാണ് എന്നറിയാനുള്ള യാത്രയാണല്ലോ. ഏതായാലും ബേപ്പൂർ സുൽത്താന്റെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ അത് തുടങ്ങുക. അതെ, ഓരോ മണ്ഡലങ്ങളിലും നോക്കുമ്പോൾ ബേപ്പൂരിന് ഇത്തവണ വലിയ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് LDF കാൻഡിഡേറ്റ് ആകുമ്പോൾ UDF കാൻഡിഡേറ്റ് ആയി എത്തുന്നത് നേരത്തെ ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന MLA PV അൻവർ ആണ് എന്നതാണ്. അപ്പോൾ നിലമ്പൂർ സുൽത്താൻ എന്നൊരു പേരുണ്ടായിരുന്നു. അതെ, അപ്പോൾ ആ നിലമ്പൂർ സുൽത്താനിൽ നിന്ന് ഇനി ബേപ്പൂർ സുൽത്താൻ ആകാൻ PV അൻവർ എത്തുമ്പോൾ അത് സാധ്യമാകുമോ എന്നതൊക്കെയാണ് ചോദ്യങ്ങൾ. അങ്ങനെ ഇവിടെയുള്ള വോട്ടർമാരുടെ മനസ്സറിയാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് നമ്മുടെ കൂടെ ചേരുമല്ലേ, സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പം ഉണ്ടാകും. നമുക്കിപ്പോ നമ്മുടെ അടുത്തുള്ള ആരാന്ന് പറയാം. അത് മറ്റാരുമല്ല, നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ബേപ്പൂരിന്റെ MLA ആയ മുഹമ്മദ് റിയാസ് ആണ്. നല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് മിനിസ്റ്റർ, കുറഞ്ഞ സമയമുള്ളൂ, 2 ആഴ്ച കൂടി ഇനിയുള്ളൂ. അതൊരു ടെൻഷൻ ഉണ്ടോ? ഒരുപാട് സമയമില്ല എന്നുള്ളത് ടെൻഷനില്ല. നമ്മള് വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയത് 2021 മെയ് 3-നാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് 2026 മാർച്ച് 15-നാണ്. ഇതിനിടയിലുള്ള ദിവസങ്ങൾ 1778ആണ്. 1778 ദിവസം ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. എന്താണ് പറയാനുള്ളത്? പോസ്റ്ററൊക്കെ ഇവിടെ റെഡിയാണ്. എന്നും മനുഷ്യർക്കൊപ്പം പോസ്റ്ററൊക്കെ ഉള്ളത് കേട്ടോ. ഇനി പേപ്പറും മാറും, നമുക്ക് ഒരുമിച്ച് നമ്മൾ വരുന്ന വഴി മുഴുവൻ മുഹമ്മദ് റിയാസിന്റെ വലിയ കട്ടൗട്ടും ഫ്ലക്സും പോസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി റിയാസിനുള്ള മറുപടി പറയാൻ തന്നെയാണ് തെരഞ്ഞെടുത്തതിന്റെ തീ പാറുന്ന മണ്ഡലങ്ങളാണല്ലോ നമ്മൾ തെരഞ്ഞെടുത്തത്. സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബേപ്പൂർ തീ പാറാറില്ല, പക്ഷെ ഇത്തവണ തീ പാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകുന്ന സൂചന. അതെ, ഇത്തവണ ബേപ്പൂർ സുൽത്താൻ ആകില്ലേ? സുൽത്താനാകാൻ ഏതായാലും ഇല്ല. ഇരിക്കാം, നമുക്കിരിക്കാം. നമുക്ക് ഒരു സാധാരണ പൊതുപ്രവർത്തകനായി നിൽക്കാനാണ് ഇഷ്ടം. സുൽത്താനിസം നമുക്ക് താല്പര്യമില്ല. ഇസമാണ് പ്രശ്നം. അതെ, ഇസമാണ് പ്രശ്നം. ഇതാണ് ഫറോക്ക് പഴയ പാലം. ഈ സർക്കാരോ മുമ്പുള്ള സർക്കാരോ അതിനു മുമ്പുള്ള സർക്കാരോ ഉണ്ടാക്കിയ പാലമല്ലേ. പക്ഷേ ഈ പാലത്തെ ചുറ്റിപ്പറ്റി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. പക്ഷേ ഈ പാലത്തിൽ വിവാദമുണ്ട്. കാരണം ഈ പാലത്തിന് മിനുക്ക് പണികൾ ചെയ്ത് വെറുതെ റീൽസ് ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമാണ് റിയാസിനെതിരെ ഉള്ളത്. എന്തായാലും ഈ ബേപ്പൂർ മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയം എന്ന് പറയുന്നത് വികസനം തന്നെയാണ്. ഇവിടെ 1400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവന്ന് മന്ത്രി റിയാസ് പറയുന്നു. അതെ, റിയാസ് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരുപാട് വികസനങ്ങൾ നടത്തി, ടൂറിസം രംഗത്തും പൊതുമരാമത്ത് രംഗത്തും ഒരുപാട് വികസനങ്ങൾ നടത്തി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് എന്നും പറയുന്നു. 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് പൊതുമരാമത്ത്, ടൂറിസം. വ്യക്തിപരമായി ചോദിച്ചാൽ ഈ വകുപ്പിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? ടാക്ടിക്കലായിട്ട് പറയരുത്. 2 വകുപ്പും മികച്ച നിലയിൽ കേരളത്തെ മാറ്റിയിട്ടുണ്ട്. 10 വർഷം എടുത്താലും മാറ്റിയിട്ടുണ്ട്. പൊതുവെ ടൂറിസം നമുക്കിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ മാറ്റം കാണാൻ പറ്റും. പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള പാലം, കെട്ടിടം, റോഡ് ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് കിഫ്ബി വലിയ സഹായം ചെയ്തു. 5 കൊല്ലം കൊണ്ട് 100 പാലാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. പക്ഷെ 5 കൊല്ലം കൊണ്ട് 200 പാലം പൂർത്തീകരിക്കാനായി. BMNBC 5 കൊല്ലം കൊണ്ട് PWDയുടെ 50% റോഡിനാണ് 15,000 കിലോമീറ്റർ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് 60% 18,000 കിലോമീറ്റർ റോഡിനായി. BMNBC റോഡ് പറഞ്ഞ ഒരു 8 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ കേരളത്തിലൊരു മാറ്റമാണ്. വരുന്ന ആളുകൾ ഈ മാറ്റം കാണുന്നുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തുപോയി പഠിക്കുകയാണ്. കടലുണ്ടിയിലേക്ക് പോകണം. നിങ്ങൾ തൊട്ടടുത്ത പഞ്ചായത്ത്, ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒറ്റ പഞ്ചായത്തേ ഉള്ളൂ കടലുണ്ടി. ആ കടലുണ്ടിയിൽ UP സ്കൂളില്ല, ഗവൺമെൻറ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് ഹൈസ്കൂളില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറി സ്കൂളില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം. 10,000 കുട്ടികൾ പുറത്തുപോയി പഠിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം ചെലവഴിച്ച 25 കോടി രൂപയാണ്. എങ്ങനെ അദ്ദേഹത്തിന് മാത്രം ഈ ടൂറിസത്തിൻ്റെ കഴിഞ്ഞ കേരളത്തിൻ്റെ ഒരു 10-60 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ടൂറിസം ഫെസ്റ്റിന് വേണ്ടി ഈ കോടികൾ എങ്ങനെയാണ് കിട്ടിയത്? ഒരു മന്ത്രിക്ക് കിട്ടിയിട്ടില്ലല്ലോ.
സർവീസിൽ ഇങ്ങനെ പോവാൻ നോക്കുകയാണ് അല്ലേ? സർവീസിൽ യാത്ര ചെയ്ത് എന്താണ് ബേപ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ബേപ്പൂരിൽ ഒരു മാറ്റം വേണോ ഇനി? തെരഞ്ഞെടുപ്പാണല്ലോ. ബേപ്പൂരിൽ ഇനി മാറ്റം വേണ്ട. ബേപ്പൂര് റിയാസ് ഭായി തന്നെ മതി. ഇപ്പം ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്കൊന്ന് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല. പിന്നെ റിയാസ് ഫ്ലക്സിലും റീൽസിലും മാത്രം വികസനം എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു 100% റിയാസിന്റെ കൂടെ ആയിരിക്കുന്നില്ല തോന്നുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു ത്രികോണ പോരാട്ടമാണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ സംശയമാണ്, അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നാലും മോശമല്ലാത്തൊരു പ്രാധാന്യം ഇവിടെ NDAക്കുണ്ട് എന്ന് തന്നെ പറയും. BJP വോട്ടുകൾ നിർണായകമാണ്. കാരണം 15% വോട്ട് BJPക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയുടെ വോട്ട് BJPയുടെ പോക്കറ്റിൽ വീണാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക, ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് അതേ സ്ഥാനാർത്ഥി തന്നെയാണ് പ്രകാശ് ബാബു തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പ്രകാശ് ബാബു ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. നമസ്കാരം. എന്തൊക്കെയാണ് ഇത്തവണ NDAയുടെ പ്രതീക്ഷകൾ? എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ബേപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ഒരാളായി അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും എല്ലാം ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 9,000 വോട്ടിൽ നിന്ന് 27,000 വോട്ടായിട്ട് BJPക്ക് മാറിയിട്ടുള്ളൊരു വാർഡാണ്. ഇതാണ് ഫറോക്കിലെ പ്രശസ്തമായ കോമൺവെൽത്ത് ഓട് ഫാക്ടറി. ഇവിടെ ഉണ്ടല്ലോ ഓടുകൾ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ അവർക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അതെ, റിയാസും കൃത്യമായിട്ട് എണ്ണുന്നുണ്ട്, അൻവറും എണ്ണുന്നുണ്ട്, മാത്രമല്ല പ്രകാശ് ബാബു എണ്ണുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ഓരോരുത്തരുടെയും പ്രതീക്ഷകൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കണ്ടേ? ഒരു പ്രവചനമാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷം നേടി, ഇത്തവണത്തെ ഭൂരിപക്ഷം എത്രയായിരിക്കും? ഇത്തവണ ഈ ഭൂരിപക്ഷം പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഒരാളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മീഡിയ വൺ ഉണ്ടാവുമല്ലോ നമ്മൾ വോട്ട് എണ്ണിക്ക്. 82,000 വോട്ട് സർവകാല റെക്കോർഡ് വോട്ടാണ്. 82,000 ബേപ്പൂരിൽ. അത് മറികടക്കും. നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ തീർത്തും പറയുന്നു, നിങ്ങൾക്ക് എഴുതി വെക്കാം. ബേപ്പൂർ ഞങ്ങൾ കൊണ്ടേ പോകും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ജയിച്ചു വരട്ടെ. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരാം. ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്ന ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ കോടികൾ ഇറക്കി DJ സെറ്റ് വേണ്ടി ഇങ്ങനെ ഷോ വർക്കോ അല്ലെങ്കിൽ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന സിസ്റ്റം അല്ല BJPക്ക്. സംവദിച്ച് ജനങ്ങളുടെ ഹൃദയബന്ധം സംവദിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ നിലയിൽ ഞങ്ങൾ ഇപ്രാവശ്യം BJP ഇവിടെ വിജയിക്കും. ബേപ്പൂരിലെ ഈ ചർച്ചാ വിഷയം, ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതെ, ചർച്ച ചെയ്യുന്നത് പ്രധാനമായി വികസന വിഷയങ്ങളാണെങ്കിലും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത് എന്നാണ്. കാരണം എന്താ വെച്ചാൽ ബേപ്പൂർ നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു മണ്ഡലമാണ്. രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. പല ആരോപണങ്ങളും CPMന്റെയും കോൺഗ്രസിന്റെയും പല ആരോപണങ്ങൾ പരസ്പരം വന്നതൊക്കെ ഈ മണ്ഡലത്തിലാണ് എന്ന് ആലോചിക്കണം. കാലങ്ങളായി ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇത്ര നാൾ അവരെന്ത് ചെയ്തു എന്ന ചോദ്യം ഇവിടെ UDF ഉന്നയിക്കുകയാണ്. അതൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് UDF വോട്ട് തേടുന്നത്. വികസനം ഉയർത്തി LDF വോട്ട് തേടുന്നത്. അതെ, പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ വലിയ ചർച്ചയാകുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ. ബേപ്പൂരിലെ മത്സരം ഏകപക്ഷീയമല്ല. ഇത്തവണ അല്പം മത്സരമുണ്ട്. അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞാൽ മതി. അതിന് കുറച്ച് അല്പം കാത്തിരിക്കണം നമുക്ക്. ഏതായാലും തീ പാറും ബേപ്പൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തീ പാറുന്ന വേറൊരു മണ്ഡലവുമായി വരാം.